എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ആ മോളെ മാളു. എന്താ മുത്തശ്ശി? മോളെ ഗ്രീൻ റൂമിന്റെ അടുത്തുള്ള ബെഡ്റൂമിലെ അവിടെ ഉതിർപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരും. ശരി മുത്തശ്ശി. ഈ അവസാന നിമിഷം എന്നെ രക്ഷിക്കാൻ ആദ്യം ഓടി നടക്കുന്നുണ്ട്. എന്നെ കൈവിടാതെ പിടിച്ചു നിർത്താൻ അവ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്റെ വിധി അതാരെ കൊണ്ടും മാറ്റാൻ കഴിയില്ലല്ലോ. അമ്മു, ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് നിനക്കതിന് കഴിഞ്ഞില്ല. നീ അതിന് ശ്രമിച്ചില്ല എന്നല്ല, നിന്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നതൊക്കെ നീ ചെയ്തു. പക്ഷേ ഓരോ തവണയും സാഹചര്യങ്ങള് നിന്നെ തോൽപ്പിച്ചു. ഇപ്പോ ഈ അവസാന നിമിഷത്തില് നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ നമ്മുടെ മുന്നില് മറ്റൊരു വഴിയില്ല മോളെ. ഇത്ര ക്രൂരമായി വിധി എന്നെ വേട്ടയാടാൻ മാത്രം ഞാൻ ആരോട് എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളേ? അതൊന്ന് പറഞ്ഞതാ. അമ്മു, മോളെ നീ സമാധാനിക്ക്. അവസാന നിമിഷത്തിലാണെങ്കിലും ആദ്യം ഈ കല്യാണം മുടക്കിയിരിക്കും. മോളെ വിഷമിക്കണ്ട, നമുക്ക് എന്തേലും ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കെ. അനുഭവിച്ചോ? ഇത്രയും നാളും മുത്തശ്ശന്റെ സ്നേഹവും വാത്സല്യവും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നീയല്ലേ അനുഭവിച്ചത്? ആ സ്നേഹം തന്നെയാ ഇന്ന് നിന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത്. നീ ഇപ്പൊ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും പിന്നിൽ നിനക്ക് മാത്രം സ്നേഹവും വാത്സല്യവും നൽകിയ മുത്തശ്ശൻ തന്നെയാ കാരണക്കാരൻ. ഈ വിവാഹം മുടക്കാൻ ആദ്യം ഇപ്പോഴും ഈ അവസാന നിമിഷവും ശ്രമിക്കുന്നുണ്ടല്ലേ? ആദ്യമല്ല, ഇനി ആരൊക്കെ ശ്രമിച്ചാലും ഈ കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ശ്രീനാഥ് കെട്ടുന്ന താലി നിന്റെ കഴുത്തിൽ വീണിരിക്കും. ആർക്കും നമ്മളെ ഒരു സംശയവും തോന്നാൻ പാടില്ല. റാണി ചേച്ചി, ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാനാണ് ഞങ്ങൾ ഈ കാറ്ററിംഗിന്റെ വേഷത്തിൽ വന്നത്. ഇവിടെ മരം മണ്ട, മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറരുത്, അതാ പറഞ്ഞത്. ഓ അങ്ങനെ യോമാരാബദ്ധമൊന്നും കാണിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവരുടെ കാര്യേ അവര് നോക്കിക്കോളും, നീ മണ്ടത്തരം കാണിക്കാതിരുന്നാ മതി. ഒരുത്തനും വായി തോന്നുന്നത് വിളിച്ച് പറയരുത്. ഞാൻ പറയില്ല. നമ്മൾ വന്ന കാര്യം തീരുന്നത് വരെ നമ്മൾ കാറ്ററിംഗുകാരാ, മനസ്സിലായോ? എന്നാ പാചകത്തിനുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് പൊയ്ക്കോ. ഓ, ഒന്ന് അനങ്ങി നടക്കടാ. അത് ഞാൻ നോക്കിക്കോളാം. ഭയങ്കര വെയിറ്റ് ഒന്ന്. ഭാഗ്യം എനിക്ക് വൈകുന്നേരമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ വിളിക്കാവേ. അയ്യോ റാണി ചേച്ചി, നമ്മൾ പെട്ടു. മിണ്ടാതിരിക്കടാ, വാ. അതെ, അവിടെ നിന്നേ. നിങ്ങളൊക്കെ ആരാ? വേഷം കണ്ടിട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ കാറ്ററിംഗിന് വന്നതാ ചേട്ടാ. കാറ്ററിംഗിനോ? അതെ, കാറ്ററിംഗ് എന്ന് ചേട്ടൻ കേട്ടിട്ടില്ലേ? അതിന് കാറ്ററിംഗുകാർ നേരത്തെ വന്നല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്തു പറയും? ഓ, അവര് നേരത്തെ വന്നോ? ഓ, അവര് വെജ് ഫുഡ് ഉണ്ടാക്കുന്നവരാ, ഞങ്ങള് നോൺ വെജും. 2 തരം ഭക്ഷണമാണല്ലോ കല്യാണത്തിന്, അതാ 2 കാറ്ററിംഗ് യൂണിറ്റിനെ ഏൽപ്പിച്ചത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. എന്നാ നിങ്ങൾ പൊക്കോ. ഓ, മോനെ ഇറങ്ങ്. അയ്യോ, ഇതൊക്കെ ആരോട് പറയാൻ? ഞാനിതൊക്കെ അപ്പളേ മുൻകൂട്ടി കണ്ടതാ. എന്റെ ദൈവമേ. അല്ല, നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ?
നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ഇതുപോലത്തെ കാണവണ്ടിയിൽ പുറപ്പെട്ട സമയത്തിനെത്താൻ പറ്റുമോ? പറ്റില്ല. ഭരതാ, ഓ, ഞാനൊന്നും പറയണില്ലേ. ആദ്യം എവിടെ? ഓ, ശ്രീനാഥിനെ കാല് കഴിച്ച് മാല ഇട്ട് കൊടുക്കേണ്ടത് ആദ്യല്ലേ? നീ വേഗം പോയി അവനെ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ടിരാം. ശ്രീനാഥേ സാർ, വണ്ടിയുടെ പണി വേഗം തീർന്നു കിട്ടിയല്ലേ? അതൊക്കെ കഴിഞ്ഞായിരുന്നു. അല്ല, ശ്രീയേട്ടന്റെ മുഖത്തെ കരി എങ്ങനെ വന്നു? കരിയോ? എന്റെ മാളു, നീ ഒന്ന് അടങ്ങി നിക്ക്. അതിന് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചോ? ഓ, അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അയാളുടെ കാല് കഴുകാനൊന്നും പോകുന്നില്ല. അതി, നീ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ നാട്ടു നടപ്പാ, ചെയ്തേ പറ്റൂ. നീങ്ങ വന്നേ. വാടാ വാ. അച്ഛാ, ആദി. വാ 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 മോനെ, ആ കണ്ടിയും വെള്ളം ഇങ്ങെടുത്തേ. അതെ, ആദ്യം കാല് കഴുകണം, എന്നിട്ട് വേണം മാലയിട്ട് സ്വീകരിക്കാൻ. കേട്ടല്ലോ? ആ ഓ, ആ അത് വാങ്ങിച്ചു. വേഗം ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. വാ മോനെ, വാ. സുമിത്രേ, ആമേ. വധൂവരന്മാരെ ആശീർവദിക്കുന്ന ചടങ്ങിന് ഉതിർപ്പൂക്കൾ വേണം. പൂക്കൾ എടുത്തു വെക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ. തറവാട്ടിന്ന് ഇറങ്ങുമ്പോ നീ അതെടുക്കാൻ മറന്നില്ലല്ലോ? ഇല്ലമ്മേ, ഞാനത് മറക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രീൻ റൂമിന് ചേർന്നുള്ള ബെഡ്റൂമില്ലേ, അവിടെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ശരി. ആ സുമിത്രേച്ചി. ആ ഹേമേ. ഷോ, എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ആ മോളെ മാളു. എന്താ മുത്തശ്ശി? മോളെ, ഗ്രീൻ റൂമിന്റെ അടുത്തുള്ള ബെഡ്റൂമിലെ അവിടെ ഉതിർപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തോണ്ട് വരൂ. ശരി മുത്തശ്ശി. നിനക്കൊരു നല്ല പണി വരുന്നുണ്ട് മോളെ.